അതെ, കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഇപ്പം കുറച്ചായിട്ട് ഷോർട്സ് മാത്രമാണ് ഇടാറുള്ളത്. അപ്പം ഇന്ന് എന്തായാലും വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോളുടെ 9th ബർത്ത്ഡേ ആണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു ന്യൂ മെമ്പർ കൂടി വരാൻ പോവുകയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അന്ന് മോളുടെ ബർത്ത്ഡേ കൂടി ആയതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിയാകുമ്പോൾ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ഷേത്രത്തിലേക്ക്. അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. നമ്മൾ കോഴിക്കോട് വയനാട് ക്ഷേത്രത്തിലാണ് നമ്മൾ പോയിട്ടുള്ളത്. കുറേ കാലമായിട്ടോ അവിടെ പോകണം എന്ന് വിചാരിക്കുന്നു. പിന്നെ അന്നേ ദിവസം തന്നെ മോളുടെ ബർത്ത്ഡേ കൂടി ആയതുകൊണ്ട് ആ ഒരു ക്ഷേത്രത്തിൽ തന്നെ പോകാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തി പെട്ടെന്ന് തന്നെ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ലേറ്റായി പോയിട്ടോ. പിന്നെ നമ്മൾ ഡാൻസ് ക്ലാസ്സിനും ട്യൂഷനും ഒക്കെ പോകാനുണ്ടായിരുന്നു മോൾക്ക്. അതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ നമ്മളിതാ ഒരു കേക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്ക് പെട്ടെന്ന് ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് അവൾ കൊണ്ടുപോയി. പിന്നെ ട്യൂഷൻ ക്ലാസ്സിലേക്കും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക്. പക്ഷേ അന്ന് നമുക്ക് എല്ലാം കൂടിയും പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ട്യൂഷന് കേക്ക് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അന്ന് പോയിട്ടുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേ ദിവസം നമുക്ക് കൊടുക്കാനുള്ള കേക്കൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു പണി കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പുഡിംഗ് ആണ്. അപ്പം പിസ്ത പുഡിംഗ് ആണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അന്ന് നമുക്കിതാ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഒരു 1 kg റെഡ് വെൽവെറ്റ് കേക്ക്. അത് നമുക്ക് ഇതേപോലെയൊക്കെയാണ് ഡെക്കറേഷൻ ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് മോളുടെ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അത് പിങ്ക് കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 kg വെയിറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ഹൈറ്റിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വേണം ഇതിൻ്റെ മുകളിൽ നമുക്ക് വേറെയും വെക്കാനുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഞാനിത് ഐസിങ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജ് സെറ്റാൻ വേണ്ടി വെക്കാൻ കേട്ടോ. ഈവനിങ് ആണ് നമുക്ക് സെലിബ്രേഷൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഒട്ടും നേരില്ലായിരുന്നു കേട്ടോ. മോൾ ഡാൻസിനൊക്കെ കൂട്ടി വന്ന് പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയാണ്. ഞങ്ങൾക്ക് കാർ എടുക്കാൻ പോകുന്നത് ഇന്നാണ് കേട്ടോ. അപ്പം മോർണിംഗ് തന്നെ നമ്മൾ ഈ ഒരു പരിപാടിയിലേക്കാണ് നീങ്ങുന്നത്. അപ്പം വണ്ടി വീട്ടിൽ വെച്ചിട്ട് അവിടുന്ന് ബസ്സിന് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വരെ ഞങ്ങൾ ബൈക്കിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയനോടെയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ബസ് സൺഡേ ആയതുകൊണ്ടായിരിക്കാം വളരെ കുറവായിരുന്നു. അങ്ങനെ നമ്മളിതാ അവിടെ ബസ് ഇറങ്ങുമ്പോഴേക്കും അവർ വന്ന് കൂട്ടിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞങ്ങൾ. അപ്പം നമ്മളിതാ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹ്യുണ്ടായിൻ്റെ ഷോറൂമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിന് മുമ്പേ വന്നിട്ട് നമ്മൾ കാറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു. ഷോറൂമിലേക്ക് കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനൊക്കെ പോയിട്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എടുക്കുന്നത് ഹ്യുണ്ടായിൻ്റെ എക്സ്റ്റർ ആണ് കേട്ടോ. SX വേരിയൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് കൂടിയാണ് കേട്ടോ. എനിക്കൂടി ഓടിക്കാൻ വേണ്ടി കുറച്ച് എളുപ്പം നോക്കി എടുത്തതാണ് ഈ ഒരു കാറ്. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ടെക്സ്റ്റർ. അപ്പോൾ അതെടുത്ത് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം അതിന് മുമ്പ് ഇവിടെ ഹ്യുണ്ടായിൻ്റെ ഷോറൂമിൽ നിന്ന് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് പൊളിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇവിടെ രണ്ടാളും. അത് പൊളിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അത് തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം നേരെ കേക്കിൻ്റെ ഡെക്കറേഷനിലേക്ക് കടന്നു. ഇതിലേക്ക് നമുക്ക് ബട്ടർഫ്ലൈയും ഫ്ലവേഴ്സൊക്കെയാണ് വെക്കാനുണ്ടായിരുന്നത്. പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ ടെഡീനെ ഇതേപോലെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു തെർമോക്കോൾ വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഫോണ്ടൻറ്റിലൊക്കെ കവർ ചെയ്തു. ഏകദേശം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഏട്ടനും മക്കളും ഒക്കെ ഇതേപോലെ ബലൂൺ ഡെക്കറേഷനൊക്കെ ചെയ്ത് തുടങ്ങിയാണ് കേട്ടോ. നമ്മൾ കർട്ടൻ പിങ്കും വൈറ്റും അതേപോലെ ബലൂണും പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഡ്രസ്സ് ഏകദേശം മാച്ച് ആവുന്നൊരു ഡ്രസ്സ് കൂടിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഈവനിങ് ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡെഡിൻ്റെ ടോപ്പിലായിട്ട് ഇലക്ട്രിക് ടൈം ടേബിളും അതിൻ്റെ മുകളിലാണ് നമ്മൾ തെർമോക്കോൾ വെക്കുന്നത് കേട്ടോ. തെർമോക്കോൾ നമ്മൾ ഇതേപോലെയാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫോണ്ടൻ്റൊക്കെ കവർ ചെയ്തു. ഉള്ളിലായിട്ട് നമുക്കൊരു ഫോണ്ടൻ്റെ ഡോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കേക്കിൻ്റെ ഫൈൻ ലുക്ക് ഇതേപോലെയായിരുന്നു. അപ്പം ഇലക്ട്രിക് ടേൺ ടേബിൾ അതിങ്ങനെ കറങ്ങുമ്പം ആ ഒരു ക്ലൗഡ് പോലെ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട്. പിന്നെ എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അതിനിടയ്ക്ക് അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുവന്നൊക്കെ മക്കൾക്ക് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ കേക്ക് കട്ടിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് അവരിതാ കട്ട് ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണ്. മോന് കേക്ക് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവളെ കൂടെ മോനോടും ചേർന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. കാരണം എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുഡിങ്ങും ഫ്രൂട്ട് കസ്റ്റാർഡും പിന്നെ അരിയടൻ്റെ പായസവും ആയിരുന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് നമ്മൾ പുറമേ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും മോളും വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടാളും ഒരേ സ്കൂളാണ് കേട്ടോ പഠിക്കുന്നത്. ചെറുപ്പം മുതലേ ഒരുമിച്ച് തന്നെയായിരുന്നു. പിന്നെ അവരോട് വന്നതിന് ശേഷം എല്ലാവരുടെയും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഒരു 11 മണിക്ക് ആയിട്ട് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു രസമാണ് എല്ലാവരോടും ഇതുപോലെ ഒത്തുകൂടുക എന്നുള്ളത്. ഇതുപോലെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ എല്ലാവരോടും ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.